നമ്മളിപ്പോ നിൽക്കുന്ന പൊന്നാനിയുടെ ഇപ്പൊ സമയം 11:30 മണിയായിട്ട് കണ്ടില്ലേ. പൊന്നാനി ആ പെരുന്നാരാവിന്റെ ഒരു തിരക്കാണ് ഇവിടെ ഈ കാണുന്നത്. പൊന്നാനിയിലെ കണ്ടില്ല, അത്രയും ക്രൗഡാട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് ഈ പൊന്നാനിന്റെ പെരുന്നാരാവിന്റെ ഒരു വൈവിലേക്ക് നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പൊന്നാനിയിലെ ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാം ഇതിന്റെ ഒരു പെരുന്നാരാവിന്റെ ഒരു വൈബ് എന്നുള്ള ചോദിക്കാം. കാലിന്റെ രാവ് ഇവിടെ പൊന്ന എവിടെയും കാണാത്തൊരു സംഭവമാണല്ലോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊന്നാനി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളോളായിട്ട് ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാലം മുതലേ ഇവിടുത്തെ ഈ തിരക്ക് കാണുന്നത്. ഇവിടെ അതിന്റെ അടുത്ത് പല ടൗണുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ തിരക്ക് ഇവിടുന്ന് വരെ മാറിയിട്ടില്ല. ഇത് ഒരു ഏകദേശം വിശ്വാസക്കാരൻ കഴിഞ്ഞാൽ പിന്നെ സുഖൈ വരെ ഈ തിരക്കല്ലേ. ഏകദേശം ഒരു 3 മണി 4 മണി ഈ തിരക്കുണ്ടാവും. പക്ഷെ ഈ ഒരു തിരക്ക് നമ്മൾ എവിടെയും കണ്ടില്ല. ഇങ്ങനെ ഒരു തിരക്ക് തിരൂര് പോലും ഇല്ല. പിന്നെ ഇതിന്റെ 2 അതായത് 27 രാവിലെ ഫുള്ള് ഇവിടെ വണ്ടികളുടെ തിരക്കായിരുന്നു. കാരണം ഇവിടെ പള്ളിയില് 27 രാവിലെ പരിപാടി ഉണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ മുൻകാലത്തൊക്കെ വിശ്വാസക്കാരെ കഴിഞ്ഞ ശേഷം ഇപ്പൊ തിരക്ക് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പം ഏകദേശം ഒരു 12 മണിക്ക് ശേഷമാണ് ആ തിരക്ക് വരുന്നത്. കാരണം ഈ മലപ്പുറത്ത് സ്ഥലത്ത് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഇവിടെ തന്നെ ആദ്യം കൂടുതൽ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ടോയ്സിന്റെ ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ചെലവുള്ളത് ടോയ്സിന്റെ. പിന്നെ ആ വീട്ടിൽ ഇപ്പൊ മാറിയിട്ട് കാരണം ഇപ്പൊ പഴയ പോലെയല്ല, ആളുകളെ വേണം അത് നോക്കാനും നിയന്ത്രിക്കാനൊക്കെ. എന്നാലിപ്പോ ഇവരൊക്കെ പല ഭാഗങ്ങളിലൊക്കെ ടോയ്സരാണ്. ഇവരൊക്കെ 2 ദിവസം മുന്നേ ഇവിടെ വരും. ഇനി ചിലപ്പോ പറയുമ്പോൾ ആളുകളായിട്ട് പോവാറ്. ഏകദേശം 12 മണിയാവാനായി. ഇന്നത്തെ നല്ല തിരക്കാണ്. ഇവിടുത്തെ തിരക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും 3-4 മണി. അപ്പൊ നോക്കെ ഏതെങ്കിലും തിരക്കിലാണല്ലോ, കച്ചവടത്തിന്റെ ഒക്കെ തിരക്കിലാണ്. ഓക്കെ, ശരി. നമുക്ക് പൊന്നാനിന്റെ വൈബ് അവിടെ കടക്കാരുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പൊന്നാന്റെ ആ ഒരു വൈബ് എങ്ങനെയാണല്ലേ. പൊന്നാന്റെ ഈ ഒരു തിരക്കും കാര്യം ഇപ്പൊ ഏകദേശം 12 മണി കഴിഞ്ഞ്. ഈ ഒരു തിരക്ക് എത്ര മണി വരെ ഉണ്ടാവും? ഇത് പുലർച്ചെ ഒരു 4-4:30 വരെ ഉണ്ടാവും. ഇവിടെ മാസം കണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇറങ്ങും. അത് കാതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ജനങ്ങൾ ഇറങ്ങും. പെരുന്നാരാവിന് എല്ലാ പെരുന്നാരാവിനും ഉണ്ടാവും. അജു പെരുന്നാലും നോമ്പ് പെരുന്നാലും. അത് പുലർച്ചെ ഒരു 4-4:30 സുബഹിയോട് കൂടിയിട്ട് അവസാനിക്കും. നമ്മൾ കേരളത്തിൽ എവിടെയും കാണാത്തൊരു സംഭവമാണല്ലോ. എന്താ വെച്ചാൽ ചന്തപ്പടി മൂലിക്ക് ഇതുവരെ നല്ല തിരക്ക്. 4-5 കിലോമീറ്റർ മൊത്തം. പിന്നെ കർമ്മ റോട്ടിലും തിരക്ക്. അങ്ങോട്ട് പോയില്ല, അങ്ങോട്ട് പോവാണ്. പിന്നെ 2 സൈഡിലും കച്ചവടക്കാരുണ്ട്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ല തിരക്കാണ്. നമ്മൾ എവിടെയും കാണാത്ത കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായി പോകണല്ലേ? നല്ല ക്യൂ ആണല്ലോ. ടോയ്സ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നല്ലേ? അപ്പൊ തിരക്കിലാണ് കച്ചവടം അല്ലേ? കച്ചവട തിരക്കിലാണ്. അപ്പൊ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഏതായാലും സംഭവം ഉഷാറായി നടക്കട്ടെ കാര്യങ്ങൾ. കുറച്ച് പൊന്നാളിലെ മഞ്ചന്മാർ കിടക്കുന്നുണ്ട്. എന്താണ് നിങ്ങളെ ഈ ഒരു പൊന്നാന്തി തിരക്കും വൈകുന്നേരം എന്തി ഇറങ്ങിയ അടിപൊളി വൈബാ? എത്ര മണി വരെ ഉണ്ടാവും? ഉണ്ടാവും. ഫുള്ളോണാ? കിട്ടൂല്ലേ? അപ്പൊ അടിച്ചു പൊളിക്കാന്ന് തീരുമാനിച്ചു. പൊന്നാനി മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അത് അടിച്ചു പൊളിക്കേ. നാളെ പെരുന്നാളല്ലേ? ഉഷാറാക്കണ്ടേ? ഓക്കെ, ഈദ് മുബാറക്.